ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 36-ാം ദിവസമായ ഇന്ന് നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ് പിതാക്കന്മാർ ഇന്നത്തേക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വേദഭാഗം. നമ്മുടെ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം നീളം കുറഞ്ഞവനായ ചുങ്കക്കാരനായ സക്കായി ആഗ്രഹിക്കുകയും ക്രിസ്തുവിനെ കാണണം എന്നുള്ള മനോഭാവത്തിലൂടെ അവൻ വളരെയധികം പ്രയാസപ്പെട്ട് കാട്ടത്തിയിൽ കയറിയിരുന്ന് ദൂരെ നിന്നും യേശു ക്രിസ്തുവിനെ കാണുകയും അവനെ കണ്ട കർത്താവ് അവനോടൊപ്പം അവൻ്റെ ഭവനത്തിൽ പോയി താമസിച്ച് അവനും രക്ഷിക്കപ്പെടുന്ന ഒരു മകനായി അവനെ മാറ്റുന്ന ഒരനുഭവം. നമ്മുടെ ഈ നോമ്പുകാലവും അപ്രകാരം യേശു ക്രിസ്തുവിനെ അറിയുവാനും ദൈവാനുവർത്തികളായി ജീവിക്കുവാനുമുള്ള മനോഭാവമായി രൂപാന്തരപ്പെട്ട് നമ്മുടെ നോമ്പ് ഉപവാസമാകുന്ന ആത്മീയ ശിക്ഷണത്തിലൂടെ നമ്മുടെ ദൃഢവിശ്വാസവും കഠിനാധ്വാനത്തിലൂടെയും പരിപൂർണമായ നിത്യജീവൻ്റെ അനുഭവത്തെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മെ ഒരുക്കുന്നു. സക്കായി ചുങ്കക്കാരനായിരുന്നു. അവൻ സകലവും ശേഖരിച്ച് അവൻ ജോലി ചെയ്യുന്നവനാണെങ്കിൽ യേശു ക്രിസ്തു സകലത്തെയും സൗജന്യമായി നൽകുന്നവനാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശേഖരിച്ചു വെക്കുവാൻ മാത്രമുള്ളതല്ല, മറിച്ച് നമുക്ക് ദൈവകൃപയെ പകരുവാനും നമ്മുടെ സമ്പത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ നൽകി അനേകം പേർക്ക് ആശ്വാസകരമാകുവാനും ഈ രണ്ട് വ്യക്തിത്വത്തിൻ്റെയും മനോഭാവം നമ്മെ ഒരുക്കുന്നു. യേശു ക്രിസ്തുവിനെ കണ്ട നാഴികയിൽ, അവനെ വീട്ടിൽ കൈക്കൊണ്ട അവസ്ഥയിൽ ചുങ്കക്കാരനായ സക്കായിയുടെ മനോഭാവം യേശുവിൻ്റെ മനോഭാവത്തോട് താദാത്മ്യപ്പെടുകയാണ്. അവനത് നൽകി, അവൻ ശേഖരിച്ചു വെച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാക്കിയ സമ്പത്തുകളെല്ലാം തന്നെ ഇരട്ടിയായി തിരികെ നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്ന ഒരനുഭവം. അപ്പോൾ കർത്താവ് അവനും അബ്രഹാമിൻ്റെ പുത്രനാകിയാൽ ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് പറയുന്നു. നമ്മുടെ ജീവിതവും ദൈവകേന്ദ്രീകൃതമായി ദൈവാനുഭവത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ഭവനവും അബ്രഹാമ്യ ഭവനമായി മാറും. ആദിമ പിതാക്കന്മാർക്ക് നൽകിയ അതേ വാഗ്ദത്തം ആശ്വാസകരമായി നമുക്കും ലഭിക്കും. അങ്ങനെ നമ്മുടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ തലക്കെട്ടുകൾ മാറി അബ്രഹാമി പുത്രനായി തീരുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈ പരിശുദ്ധ നോമ്പ് നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു വ്യക്തത വരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണെന്നും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ, യേശു ക്രിസ്തുവിനെ കാണുവാൻ, യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ, ഭവനത്തിൽ, നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മോടൊപ്പം ദൈവാനുരൂപികളായി ജീവിക്കുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ നോമ്പുകാലം ദൈവാനുവർത്തികളായി, ദൈവകൃപയിൽ അധിഷ്ഠിതമായി അബ്രഹാമ്യ പുത്രനും പുത്രികളുമായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.